അച്ഛന്റെ അമ്മയുടെയും കൂടെ പുറത്തു പോകുമ്പോൾ രണ്ടു തരം എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛന്റെ കൂടെ ആവുമ്പോൾ കറക്റ്റ് ടൈമിന് ഫുഡും യാത്ര കംഫർട്ട് ആക്കാനും ഒക്കെ ഒരു പ്രത്യേക ശ്രദ്ധയാണ്. അമ്മയാണെങ്കിൽ ദാ പോകുന്നു, കാര്യം കഴിയുന്നു, തിരിച്ചു വരുന്നു. അതിൽ പിന്നെ വിശപ്പ് ദാഹം പോലുള്ള വികാരങ്ങൾക്ക് പ്രസക്തിയില്ല. നമ്മളിത് പറഞ്ഞു പറഞ്ഞു പിന്നെ അമ്മ നമ്മുടെ വഴിക്ക് വന്നു. ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പോഴും ആള് പണ്ടത്തെ പോലെയാ. അതായത് അച്ഛന്റെ കൂടെ ആവുമ്പോൾ അങ്ങോട്ടൊന്നും പറയണ്ട, മനസ്സങ്ങോട്ട് വായിച്ചോളും. അമ്മയോടാണെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കണം, കൂടെ ഫോഴ്സും ചെയ്യണം. ഹസ്ബൻഡിന്റെ കൂടെ പോകാൻ തുടങ്ങിയപ്പോ ഞാൻ പഠിച്ചു. മനസ്സ് വായിക്കാൻ വെയിറ്റ് ചെയ്യാറുമില്ല, ഫോഴ്സ് ചെയ്യാറുമില്ല. ഒരു ന്യൂട്രല് എനിക്ക് വേണമെങ്കിൽ ഞാൻ പറയണം, അപ്പൊ അത് നടക്കും എന്നുള്ള ലെവലിലേക്ക് ഞാൻ അപ്ഗ്രേഡഡ് ആയി. ഞാൻ അതുകൊണ്ട് മോനെയും കൊണ്ട് പോകുമ്പോ ഇതൊക്കെ നോക്കാറുണ്ട്. ഇതൊന്നും അല്ലാതെ ഒറ്റയ്ക്ക് 3 മാസം എറണാകുളത്തേക്കുള്ള യാത്ര ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ എപ്പോഴാ എന്നെ സ്റ്റുഡിയോ കാണാനും മെട്രോയിൽ കയറാനും ഒക്കെ കൊണ്ടുപോകുന്നതെന്ന് മോൻ എപ്പോഴും ചോദിക്കും. ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോൾ ഞങ്ങളതൊരു ഫാമിലി ട്രിപ്പാക്കി. രാവിലെ പോയൊരു ഓഡീഷനും അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റും വാങ്ങി ഇറങ്ങുമ്പോഴേക്കും ഉച്ചയായി. വൈകുന്നേരം തിരിച്ചും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ട്രിപ്പിന് ഇറങ്ങിയത്. പിന്നെ ഈ നട്ടുച്ച പൊരുവയിലത്ത് എങ്ങോട്ട് പോകും? അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഹിൽ പാലസ്. ഈ മ്യൂസിയം എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ വലിയ ഇഷ്ടമുള്ള ഒന്നല്ല. പക്ഷെ ടൂറൊക്കെ പോകുമ്പോൾ ബാക്കി സ്ഥലങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇത് മാത്രം ഒരു നേർച്ച പോലെ കയറി ഇറങ്ങും. പക്ഷെ എന്റെ കൂടെയുള്ള ഈ അച്ഛനും മോനും ഇത് വലിയ ഇഷ്ടാ. പഴയ പിച്ചള പാത്രങ്ങളും തുരുമ്പിച്ച വാളും ഒക്കെ കണ്ടാൽ മതി, രണ്ടുപേർക്കും സന്തോഷായി. ഇങ്ങോട്ട് നോക്കി, ഇത് അന്നത്തെ രാജാവ് ഉപയോഗിച്ചത് അത്രയെന്നും പറഞ്ഞ് രണ്ടുപേരും പരസ്പരം വിളിച്ച് കാണിക്കും. പക്ഷെ ഈ ഹിൽ പാലസിനുള്ളിൽ കയറിയപ്പോ എനിക്ക് മ്യൂസിയം ഒന്നും അല്ല ഓർമ്മ വന്നത്. നേരെ മാടമ്പള്ളിയിലേക്ക് കയറിപ്പോയ ഒരു ഫീലാ കിട്ടിയേ. ഗംഗയും നാഗവല്ലിയും ഒക്കെ മനസ്സിൽ കാണാം. കൊട്ടാരത്തിനകത്ത് ഏത് മുറി കാണുമ്പോഴും ഇതായിരുന്നോ നാഗവല്ലി ഇരുന്ന റൂം എന്നൊക്കെ തോന്നും. ഇവരിനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഫുഡ് കിട്ടാതെ ഞാൻ നാഗവല്ലി ആകുന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. ഞാനങ്ങനെ പല കാര്യത്തിനും ഇടയ്ക്കിടയ്ക്ക് നാഗവല്ലി ആവുന്നത് കൊണ്ടേ